ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സ്മാർട്ട് ക്രിയേഷൻ സിഇഒ പങ്കജ് ഭണ്ഡാരിയെ ചോദ്യം ചെയ്ത് പ്രത്യേക അന്വേഷണ സംഘം. കേസുമായി ബന്ധപ്പെട്ട് ദേവസ്വം മുൻ അംഗങ്ങളിൽ നിന്ന് വീണ്ടും വിവരങ്ങൾ തേടും. കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എൻ വാസുവിന്റെയും അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിന്റെയും ജാമ്യാപേക്ഷ വിധി പറയാൻ മാറ്റി. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാറിന് റിമാൻഡ് കാലാവധി നീട്ടി. സ്വർണ്ണക്കൊള്ളക്കേസിൽ ഇന്നലെയാണ് പങ്കജ് ഭണ്ഡാരിയെ ചോദ്യം ചെയ്തത്. 2 ജീവനക്കാരെയും SIT ചോദ്യം ചെയ്ത് വിട്ടയച്ചു. സ്മാർട്ട് ക്രിയേഷനിൽ എത്തിച്ച സ്വർണ്ണപ്പാളികളിൽ നിന്ന് സ്വർണം വേർതിരിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറിയെന്നാണ് പങ്കജ് ഭണ്ഡാരിയുടെ മൊഴി. ഇതിൽ കൂടുതൽ പേരുടെ പങ്ക് സംശയിച്ചാണ് വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത്. PS പ്രശാന്ത് പ്രസിഡന്റായ ബോർഡിലെ എല്ലാ അംഗങ്ങളുടെയും മൊഴിയെടുക്കാനും നീക്കമുണ്ട്. ദ്വാരപാലക പാളികൾ കൊണ്ടുപോകാൻ അനുമതി നൽകിയത് ബോർഡിന്റെ നിർദ്ദേശപ്രകാരമെന്നായിരുന്നു തന്ത്രിയുടെ മൊഴി. നിലവിൽ PS പ്രശാന്തിന്റെ കാലത്തെ സ്വർണം പൂശൽ SITയുടെ അന്വേഷണ പരിധിയിലില്ല. അതിനിടെ കട്ടിളപ്പാളി സ്വർണം പൊതിഞ്ഞതിന് രേഖകളുണ്ടോ എന്ന് ഹൈക്കോടതി ചോദിച്ചു. പാളികൾ ചെമ്പ് പൊതിഞ്ഞെന്ന വാസുവിന്റെ വിശദീകരണത്തിലാണ് കോടതിയുടെ ചോദ്യം. എൻ വാസുവിന്റെയും മുരാരി ബാബുവിന്റെയും ജാമ്യാപേക്ഷ വിധി പറയാൻ മാറ്റി. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.